ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് വളരെ ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രൗണിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രൗണിയാണ്. ഞാനിതിൽ ബട്ടറോ ഓയിലൊന്നും ചേർക്കുന്നില്ല. അതിൻ്റെ ക്രീമിനകത്ത് ബട്ടറുണ്ട്. ബോർബൺ ബിസ്ക്കറ്റ് വെച്ചും ഈ ഒരു ബ്രൗണി തയ്യാറാക്കാം. പക്ഷേ സാധാ നോർമൽ ബിസ്ക്കറ്റ് ആണെങ്കിൽ ബട്ടർ ആഡ് ചെയ്യണം. പാർലേജി പോലുള്ള ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും കോഫി പൗഡറും കൊക്കോ പൗഡറും ഇതിൻ്റെ ഇരട്ടി എടുക്കണം. അപ്പോൾ നമുക്ക് ഓറിയോ ബ്രൗണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് നല്ല ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റും 1/2 ടീസ്പൂൺ കോഫി പൗഡറും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടുപാലായതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് അതിൽ കിടന്ന് മെൽറ്റ് ആയിക്കോളും. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ബ്രൗണി ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 24 ബിസ്ക്കറ്റാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല പൗഡർ പോലെ പൊടിച്ചെടുക്കാം. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൈദ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഷുഗർ പൗഡർ, ബട്ടർ, ഓയിൽ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഓറിയോ ബിസ്ക്കറ്റിന് പകരം ബോർബൺ ബിസ്ക്കറ്റും യൂസ് ചെയ്യാം. എല്ലാ ബിസ്ക്കറ്റും പൊടിച്ചെടുത്തു. ബൗളിലേക്ക് മാറ്റാം. നേരത്തെ എടുത്തു വെച്ച പാലിൻ്റെയും ചോക്ലേറ്റിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. 5 മിനിറ്റ് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടികട്ടിയുള്ള പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിലാണ് വെക്കുന്നത്. അതേപോലെ തന്നെ ടിന്നും ഫുള്ള് സെറ്റ് ചെയ്ത് വെക്കണം. ബട്ടർ പേപ്പറൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കണം. അതിനുശേഷം 3/4 ടീസ്പൂൺ വിനാഗിരിയിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. ലാസ്റ്റ് മാത്രമേ ചേർക്കാവൂ. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ബാറ്ററിൽ ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ടിന്ന് നേരത്തെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇത് ലാസ്റ്റ് മാത്രമേ ആഡ് ചെയ്യാവൂ. ശേഷം ബാറ്ററിൽ ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇനി ടിന്നിലോട്ട് ഒഴിക്കാം. എയർ ബബിൾസ് പോകാനായിട്ട് ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂ നട്ട്സ് പൊടിച്ച് ഇട്ട് കൊടുക്കാം. നട്ട്സ് എന്ത് വേണമെങ്കിലും ചേർക്കാം. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കാം. അടികട്ടിയുള്ള ചെരുവത്തിൽ നടുക്ക് റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണ് ടിന്ന് വെക്കേണ്ടത്. ഇനി അടച്ചു വെച്ച് 30 to 35 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ ഒരു ഭാരം കൂടി വെക്കണം. മൂടി നല്ലവണ്ണം ടൈറ്റായി ഇരിക്കാനാണ് ഭാരം വെച്ച് കൊടുക്കുന്നത്. മിനിറ്റിന് ശേഷം മൂടി തുറന്നു നോക്കാം. ബ്രൗണി വെന്തോന്ന് നോക്കാം. നമുക്കിതൊന്ന് ഒരു കത്തി വെച്ചൊന്ന് കുത്തി നോക്കാം. കത്തിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ബ്രൗണി അടിപൊളിയായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി തണുക്കാൻ വേണ്ടി വെക്കാം. ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. ബട്ടർ പേപ്പറൊക്കെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. നല്ല ചൂടുണ്ട്. ഇത് അധികം ചൂടാറാനൊന്നും വെച്ചിട്ടില്ല. അതിന് മുന്നേ തന്നെ നമ്മളിത് എടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല ചൂടിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഒരുവിധം നല്ല ചൂടിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്.
അതുകൊണ്ട് ബ്രൗണി പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നല്ലവണ്ണം തണുത്തതിന് ശേഷമാണ് ശരിക്കും കട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ബ്രൗണി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഓറിയോ ബ്രൗണി. സിമ്പിളാണ്, കുട്ടികളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ബ്രൗണിയാണ്. ഇത് കണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റുള്ള ബ്രൗണി. കാണാനും ഭംഗിയുണ്ട്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.